ഹായ് ഹലോ വെൽക്കം ടു DNA ലേണിംഗ്. ഞാൻ എവ്ലിൻ മേരി ജോസഫ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ്? 3 ബിഗ് മിസ്റ്റേക്സ് ടു അവോയ്ഡ് ഇൻ ദിസ് ലാസ്റ്റ് മന്ത് പ്രിപ്പറേഷൻ ഫോർ നീറ്റ്. ഒട്ടും സമയം കളയാതെ നമുക്ക് ഏതൊക്കെ മിസ്റ്റേക്സ് ആണെന്ന് നോക്കാം. ആദ്യത്തെ മിസ്റ്റേക്ക്, ലാസ്റ്റ് മിനിറ്റ് സ്വിച്ച് ഫ്രം NCERT ടു അതർ സോഴ്സസ്. നീറ്റിൻ്റെ തന്നെ ഭഗവത്ഗീത, ഖുറാൻ ഓർ ബൈബിൾ എന്ന് പറയുന്നത് എന്താണ്? NCERT. അപ്പോൾ ഈ അവസാനം കണ്ടുവരുന്നത് വെച്ചാൽ കുട്ടികൾ NCERT അങ്ങ് മാറ്റി വെച്ചിട്ട് പുതിയ കാര്യങ്ങൾ, അതായത് പുതിയ സോഴ്സസിൽ നിന്ന് ഷോർട്ട് നോട്ട്സ് വായിക്കുക, പുതിയ വീഡിയോസ് കാണുക, പുതിയ മോഡ്യൂൾസ് വായിക്കുക, NCERT വായിക്കാൻ മറക്കുകയാണ് കുട്ടികൾ. അത് ഭയങ്കര മണ്ടത്തരാണ്. NCERT മാറ്റി വെച്ചിട്ട് ഒരു കളിക്ക് നിൽക്കാൻ പാടില്ല ഈ അവസാന മന്തിൽ. നമ്മൾ NCERT എത്ര വായിച്ചു എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും കുറയുന്നില്ല. നിങ്ങൾക്ക് പറ്റുന്ന അത്ര NCERT അതിങ്ങനെ വെള്ളം പോലെ അരച്ച് കലക്കി കുടിക്കാന്ന് പറയില്ല, അതുപോലെ അതിൻ്റെ ഓരോ ഡയഗ്രാംസ്, അതിൻ്റെ അടിയിൽ എഴുതിയേക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, സമ്മറി ആയിക്കോട്ടെ, ഫിസിക്സിൻ്റെ കാര്യം പറഞ്ഞാൽ NCERTയിലെ ഫോർമുലാസ്, കെമിസ്ട്രിയുടെ കാര്യം പറഞ്ഞാൽ അതിലെ റിയാക്ഷൻസ്, നെയിംഡ് റിയാക്ഷൻസ്, ഇനോർഗാനിക് വായിക്കുക, എല്ലാം NCERT തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. വേറെ ഒരു സ്ഥലത്തെ നോട്ട്സ് വായിക്കാൻ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞ് തിരിഞ്ഞ് നടക്കണ്ട, NCERT തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. അതാണ് ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക്. NCERT ഒരിക്കലും സ്വിച്ച് ചെയ്യരുത്. രണ്ടാമത്തെ മിസ്റ്റേക്ക് കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ നോട്ട് റിവൈസിങ്. റിവിഷൻ ബിഗ്ഗസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, എന്ത് വേണമെങ്കിലും പറയാം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ ഇത്ര നാളും ഓൾറെഡി പഠിച്ച കോൺസെപ്റ്റ്സ് ആയിക്കോട്ടെ, ഫോർമുലാസ് ആയിക്കോട്ടെ, തിയറി ആയിക്കോട്ടെ, എല്ലാം നമ്മൾ റിവിഷൻ ചെയ്യുക. ഈ 1-2 വർഷമൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച കാര്യങ്ങൾ അത് അവസാന നിമിഷം ഒന്നും കൂടി പഠിക്കാതെ മറന്നു പോകുന്നതെന്ന് ആലോചിച്ച് ഒന്ന് നോക്കിക്കേ നമ്മുടെ എക്സാം ഹാളിൽ കയറിയിട്ട്. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ പിന്നെയും റിവൈസ് ചെയ്യുക. മൈൻഡ് മാപ്സ് ഉണ്ടാക്കുന്നതും ഫോർമുല ബുക്കൊക്കെ ഡെയിലി വായിച്ച് വിടുക. അപ്പം റിവൈസ് ചെയ്യാൻ മറക്കരുത് ആരും. നമുക്ക് കുറച്ച് സമയത്ത് ഒത്തിരി കാര്യങ്ങൾ റിവൈസ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഒരു ചാപ്റ്ററൊക്കെ തന്നെ 10 മിനിറ്റിലൊക്കെ റിവൈസ് ചെയ്യുക, അത് പിന്നെയും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ ബ്രെയിനിൽ അത് ഫിക്സ് ചെയ്യുക. അപ്പോൾ റിവിഷൻ ചെയ്യുക. മൂന്നാമത്തെ കാര്യം, അതാണ് ഏറ്റവും അധികം കണ്ടുവരുന്ന മിസ്റ്റേക്ക്. നമ്മൾ അവസാന നിമിഷത്തിൽ ഇങ്ങനെ പേടിച്ച്, കോൺഫിഡൻസ് ഇല്ലാതെ പേടിച്ച് പാനിക് ചെയ്തിട്ട് പഠിക്കാതിരിക്കുക. അങ്ങനെ ഒട്ടും ചെയ്യേണ്ട. കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം, പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങൾ പേടിച്ച് ഈ മാസം കളയാതെ നിങ്ങൾ ഇത്ര നാൾ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഫൈനൽ ലാപ്പാണ്. അപ്പോൾ ഈ ഒരു മന്ത് ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾ ഫുൾ കോൺഫിഡൻസ്, ഫുൾ പവറിൽ അത് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാമെന്ന് ആലോചിക്കാം. റിവിഷൻ ആയിക്കോട്ടെ, മോക്ക് ടെസ്റ്റ് ആയിക്കോട്ടെ, PYQs അറ്റൻഡ് ചെയ്യുക, എല്ലാം ചെയ്യുക. ഈ മന്തിൽ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ എനർജി ഈ മന്ത് പുട്ടിൻ ചെയ്യാൻ പറ്റുമോ അത്രയും നിങ്ങൾ ചെയ്യുക. പിന്നെ അതിൻ്റെ ഒപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യങ്ങൾ, ഹെൽത്ത് നോക്കുക, സ്ലീപ്പ് സൈക്കിൾ നോക്കുക. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ മന്ത് നല്ല പവർ പാക്ഡായിട്ട് നമുക്ക് ഇരുന്ന് നല്ല സൂപ്പറായിട്ട് നീറ്റായിട്ട് എഴുതി തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ ഈ ബിഗ് മിസ്റ്റേക്സ് ഒരിക്കലും ബിഗ് നോ ആണ്, അത് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെ ഇതൊക്കെ ശ്രദ്ധിച്ച് ഈ മന്ത് നല്ല ശാന്തിയോടെ സമാധാനത്തോടെ മുന്നേക്ക് കൊണ്ടുപോകാൻ നോക്കുക. അപ്പോൾ നമുക്കിനി നീറ്റ് എക്സാമിന് എല്ലാവർക്കും കാണാം. ചിൽ ദെൻ ബൈ.